അപ്പൊ മഞ്ഞുമൽ ബോയ്സ് സകല റെക്കോർഡും തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്. നല്ല രീതിയിലുള്ള കളക്ഷൻ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. ഇതിനു മുമ്പുള്ള മൂവീസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതൊക്കെ ഒരു 3 കോടിയുടെ താഴെയാണ് ഫൈനൽ കളക്ഷൻ. ബട്ട് മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 3 ഇരട്ട കളക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു 20 കോടിയാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചത്, ഇത്രയും സ്ക്രീൻസ് ഒക്കെ കിട്ടിയതുകൊണ്ട്. ബട്ട് ഇതിപ്പോൾ 30 കോടിയിലും നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും കളക്ഷൻ വരാനുള്ള കാരണം? ഈ ഒരു കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. സാധാരണ തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും ഒരു കളക്ഷൻ വരാറില്ല. അധികം ആളുകളും തിയേറ്ററിൽ പോയി മലയാള സിനിമ കാണുന്നതും കുറവാണ്. കാരണം അവരുടെ ഇൻഡസ്ട്രിയിലുള്ള പടങ്ങൾ മാത്രമാണ് കൂടുതലും അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മാത്രമേ മറ്റ് ഇൻഡസ്ട്രി അവർ പരിഗണിക്കത്തുള്ളൂ. ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യത്തിൽ എന്താണ് അവർ ഇത്രയും താല്പര്യം കാണിക്കുന്നതെന്ന് കുറച്ചൊക്കെ അറിയാനായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ക്ലൈമാക്സിലായിട്ട് അവർ പ്ലേസ് ചെയ്ത ഗുണയിലെ സോങ് തന്നെയാണ്. ആ ഒരു കാര്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുമുണ്ട്. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ആ ഒരു പാട്ടും സീൻസ് എല്ലാം കൂടി വർക്ക് ആയപ്പോൾ ഉള്ള സന്തോഷമാണ് ഈ കണ്ടത്. നിങ്ങൾ മിക്ക റിവ്യൂസ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ കൂടുതൽ ആളുകളും പറയുന്നത് ക്ലൈമാക്സിനെ കുറിച്ചാവും. ഒരു റൊമാൻസ് പാട്ട് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ കൊണ്ടിട്ടപ്പോൾ കിട്ടിയ ഒരു മാജിക് ആണ്. ആ ഒരു ക്ലൈമാക്സ് ആകുമ്പോൾ കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ കയ്യടിയാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, അവിടെ തമിഴ് റിലീസുകൾ വളരെ കുറവാണ്. റിലീസായ പടങ്ങൾക്ക് വലിയ അഭിപ്രായമില്ല. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ജോഷോക്ക് നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ മലയാളം പടം ആണെങ്കിലും സെക്കൻഡ് ഹാഫ് മൊത്തം തമിഴാണ് കൂടുതലും. പിന്നെ ഗുണയിലെ സോങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിന് കൂടുതൽ ആളുകളും കയറുന്നത്. പക്ഷെ പടം കണ്ടു കഴിഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി വഴിയുള്ള റിപ്പോർട്ട്സ് ഒക്കെ കിടിലെന്ന് തന്നെയാണ്. ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു മലയാളം പടം എന്ന് തോന്നുന്നതല്ല ആളുകൾക്കിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം തമിഴ്നാട്ടിൽ ഇറങ്ങിയ പടത്തേക്കാൾ കളക്ഷൻ ഈ ഒരു പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി അവിടെ ഇറങ്ങുന്ന മലയാളം പടത്തിന് ഇത്രയും ഒരു കളക്ഷൻ വരുമോ എന്ന കാര്യം പോലും ഡൗട്ടാണ്. പേഴ്സണലി ക്ലൈമാക്സിലെ ആ ഒരു സോങ് പ്ലേസ്മെന്റ് ഇഷ്ടപ്പെട്ട് ക്ലൈമാക്സ് ഒന്നുകൂടെ കാണാൻ വേണ്ടി സെക്കൻഡ് ടൈം കണ്ട ആളാണ് ഞാൻ. നമുക്ക് അങ്ങനെ ഒരു ഫീൽ ആണെങ്കിൽ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. TN11 ഒരു 50 കോടിയൊക്കെ അടിക്കണം, നല്ല രസമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയ കുറച്ച് ഫാക്ടേഴ്സ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.